ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് നിർധനരായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ എന്നറിയുമ്പോഴത്തേനും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളെ അറിയാത്ത ആളുകൾ തന്നെ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ കാരണം ചില സമയങ്ങളിൽ സഹായം കിട്ടേണ്ട ആളുകൾക്ക് വരെയും സഹായം കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യമാണ് സിലു പറയുന്നത്. നമുക്കത് നോക്കാം. എന്നോട് ഒരു വീടുണ്ടാക്കി തരുമോ, മാസം പൈസ അടച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തത്, ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഈ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ മരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് പോയി പറിച്ചിട്ട് വന്നിട്ട് ഓരോരുത്തർ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു മിനിമം ഒരു 10 മാസത്തിനെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെയൊക്കെ പട്ടിണി കിട്ടി ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ. സിലുവിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീ, അതായത് ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ത്രീ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് അവരൊരു ക്യാഷ് ബാക്ക് ഓഫറും കൂടെ സിലുവിന് കൊടുക്കുന്നുണ്ട്. അതായത് സിലു നല്ല മനസ്സോടെ ഒരു വീട് വെച്ച് കൊടുക്കുവാണെങ്കിൽ മാസം 10,000 രൂപ വെച്ചിട്ട് സിലുവിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് സിലുവിന്റെ കടം തീർത്തോളാന്ന്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്കും ഇല്ലാതെ ഹെൽപ്പ് ചോദിക്കുവാണ്. സത്യത്തിൽ സിലു എന്താണ്, സ്വിസ് ബാങ്കോ? നിങ്ങൾ സിലുവിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീട് വെച്ചതാ മാസം 10,000 വെച്ചിട്ട് അടച്ചിട്ട് സിലുവിന്റെ കടം തീർക്കാന്ന്. അത് ബാങ്ക് ലെവൽ ഏർപ്പാടല്ലേ? അതിന് പ്രൂഫൊക്കെ കൊടുക്കണ്ടേ? സിലുവിന് ചുമ്മാ പൈസ തരാൻ പറ്റത്തില്ലല്ലോ. പൈസ തന്നതിന്റെ പ്രൂഫായിട്ട് നിങ്ങൾ എന്തെങ്കിലും വെക്കണ്ടേ? നിങ്ങൾ ഒരു ലോജിക്കും ഇല്ലാത്ത അറിയാത്ത ഒരാളോട് പൈസ ചോദിക്കുമ്പോഴത്തേനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് അവരുടെ എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? സിലുവിന് അവര് ഒരുപാട് മെസ്സേജ് ഇട്ടു. സിലു അവസാനം റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ സിലുവിന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ടു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഇവരൊരു കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇവരിട്ട കമന്റ്സിന്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവരായിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു ലേഡി അവിടെ ജീവിക്കുന്നു, ആരാ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് സത്യം പറയുവാണെങ്കിൽ സിലുവിനോട് ഒരുപാട് സാഡ് സ്റ്റോറി ഒക്കെ ഇവർ പറഞ്ഞു. ചാരിറ്റി ആയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവർക്ക് ഹെൽത്തിന് പണിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു അസുഖവും ഇല്ല. ഒരു അസുഖവും ഇല്ലാതെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുന്ന സർക്കാരാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. അതിനെ ചാരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്ക്. ഇനി സിലുവിന് ഇവരിട്ട കമന്റ് ഒന്ന് നമുക്ക് നോക്കാം. മാസം അടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്മോൾ ഹൗസ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് സിലു എനിക്ക് വിട്ട മറുപടി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇല്ലെന്ന് പറഞ്ഞാലും വിഷമം ആവില്ലായിരുന്നു. വിട്ട മെസ്സേജ് പക്ഷേ മനസ്സിൽ തട്ടുന്നതായിരുന്നു. മാസം ഒരു എമൗണ്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് എന്ന് പറയായിരുന്നു. പകരം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നി. സത്യം പറയുവാണെങ്കിൽ ഇപ്പോഴും ഇവരുടെ തെറ്റ് ഇവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം സ്ട്രേഞ്ചർ ആയിട്ട് ഒരാളോടാണ് ഇവർ പോയി പൈസ ചോദിച്ചത്. അതായത് സിലുവിന് ഇവർക്ക് പേഴ്സണലായിട്ട് അറിയത്ത് പോലും ഇല്ല. ഇവരുടെ ഫാമിലിയിലുള്ള ഒരാളല്ല. ഒരു ബന്ധവും ഇല്ലാതെ ഒരു ആരോഗ്യമുള്ള ഒരാൾ പോയിട്ട് പൈസ ചോദിക്കുന്ന മോശമായിട്ടുള്ള കാര്യമാണ്. അവരൊരുപാട് ചാരിറ്റി ചെയ്യുന്നതാണ്. അതായത് ചാരിറ്റി ചെയ്യുന്നത് നിർധരരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഓടിച്ചാടി നടക്കാനായിട്ട് ഹെൽത്ത് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ മാന്യമായിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് സിലു. ഇപ്പൊ പൈസ കളക്ട് ചെയ്തിട്ട് ചാരിറ്റി ചെയ്യുവാണെങ്കിലും ആ പൈസ എത്തേണ്ടവരിലേക്ക് എത്തുന്നുണ്ട്. അതായത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. അതും കൂടി ഇല്ലാതാക്കരുത്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് സിലുവിന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സിലു ഒരു റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈ ഇവരെ വേദനിപ്പിച്ചെന്നാണ് പറയുന്നത്. നമുക്ക് ആ റിപ്ലൈ ഒന്ന് നോക്കാം. സിലുവിന് അവര് ഒരുപാട് മെസ്സേജ് അയച്ചു. അവസാനം സിലു കൊടുത്ത റിപ്ലൈ ഇങ്ങനെയാണ്: എനിക്കൊരു 45 ലക്ഷം അടുത്ത മാസം അർജന്റ് ആയിട്ട് വേണം. ഞാൻ എവിടെ പോയി ചോദിക്കണം? ഇന്ന് മോൾക്ക് അർജന്റ് ആയിട്ട് ഒരു 5,000 വേണം. അത് ഇല്ലാഞ്ഞിട്ട് അവൾ രാവിലെ എന്നോട് മിണ്ടിയിട്ടില്ല. ഇതൊക്കെ ഞാൻ ആരോട് പോയി ചോദിക്കണം? ശരിക്കും എന്നെ എല്ലാവരും എങ്ങനെയാ കാണുന്നേ? ഒരു മനുഷ്യനായിട്ടാണോ അതോ ATM മെഷീനായിട്ടാണോ അറിയില്ല. പണിയെടുത്തെടുത്ത് ചാവാറായി. ആർക്കൊക്കെ വേണ്ടി ഞാൻ പണിയെടുക്കണം? എന്നെ കബറിൽ കൊണ്ടേ, കബർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമിട്രി എന്നാണ് തോന്നുന്നു. സെമിട്രി. എന്നെ കബറിൽ കൊണ്ട് വെച്ചാലും ഈ മക്കൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി പണിയെടുക്കാൻ വരേണ്ടി വരുമോ? എന്താ വേറെ ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ജനങ്ങൾക്ക് കഴിയാത്തത്? ഈ കുടുംബത്തിലൊക്കെ സ്വത്തുകാർക്ക് ഉണ്ടാകുമ്പോഴത്തേനും മക്കൾ വന്ന് പൈസ ചോദിക്കത്തില്ലേ? ആ രീതിയിലാണ് ഇവർ വന്ന് പൈസ ചോദിച്ചത്. സിലുവിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴത്തേനും സിലുവിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇവർ കടന്നു ചെല്ലാൻ തുടങ്ങി. എന്നിട്ട് ഗഫൂർക്കനൊക്കെ പറയാൻ തുടങ്ങി. ഗഫൂർക്കയും സിലുവും തമ്മിലുള്ള റിലേഷനിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഇവർ അയച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർ ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ വേണ്ടാന്നറിയോ? അവരുടെ തലേ ദിവസത്തെ വീഡിയോയിൽ അവരുടെ വീഡിയോയിൽ ഇട്ട കമന്റിന്റെ അടിയിൽ അവരിങ്ങനെ ക്രോശിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ചോദിച്ചു കിട്ടിയില്ല, ഇനി അടുത്തത് പക, പഴി, ഇനി ദ്രോഹിക്കുക എന്നുള്ളത്. അല്ല, അവർ ഇനിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഡിപ്രഷനൊക്കെ മാറി എന്നൊരു ചിരിയും. അതായത് പരിഹസിച്ചതാണ്. എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പുറത്തിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തലതല്ലി ചാവും എന്ന് വിചാരിച്ചത് അവർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ തന്നെ പറയാ, നല്ല ഡിപ്രഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കുറെ ശല്യം ചെയ്തപ്പോഴത്തേനും ഇവർ അയക്കുന്ന മെസ്സേജ് സിലു നോക്കാതെയായി. അങ്ങനെ വന്നപ്പോഴത്തേനും സിലുവിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മോശമായിട്ടുള്ള കമന്റ് ഇടാൻ തുടങ്ങി. സിലുവിന്റെ മാത്രമല്ല, സിലുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളുടെ എല്ലാം കമന്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവ് അടിക്കുക.
ലാസ്റ്റ് സഹി കെട്ടിട്ടാണ് സിലു ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. സിലുവിന് ഈ മെസ്സേജ് അയച്ച വ്യക്തി തന്നെ ഈ മെസ്സേജ് അയച്ച വ്യക്തിയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ്. കാരണം അവരുടെ ഭർത്താവിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഇവർ സിലുവിനോട് പറഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ലേഡി വോയിസ് ഇട്ടോ, ഞാൻ ഇവരോട് പറഞ്ഞു വോയിസ് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരുടെ കഥകൾ വിവരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭർത്താവിനെ കുറിച്ചിട്ട്. ആ വോയിസ് ഇവർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് നല്ല ബോധമുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇവരുടെ ഫാമിലി, ഇവരുടെ ഭർത്താവിന്റെ കാര്യം, ഇവരുടെ വിവാഹങ്ങളുടെ കാര്യം എന്നെ പേടിപ്പിക്കാൻ നോക്കല്ല കേട്ടോ. മിസ്സിസ് എന്താ പേരൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അതിന്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ സിലുവിനോട് പറഞ്ഞു. ഇവർക്ക് നല്ല ഐഡിയ ആണ്. കാരണം അങ്ങനെ വീഡിയോ ചെയ്യുവാണെങ്കിൽ അതിന്റെ ക്ലിപ്പ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇവർക്ക് പൈസ റൈസ് ചെയ്യാം. അതായത് ഇവരുടെ അക്കൗണ്ട് തന്നെ വെച്ചിട്ട് വിദേശത്തു നിന്ന് ഇവർക്ക് പൈസ കളക്ട് ചെയ്യാം. അതൊക്കെ ഇവരുടെ ഐഡിയ ആണ്. വോയിസുകളൊക്കെ അയച്ചു. അതിനുശേഷം ഇവർ പറയുന്നുണ്ട് സിലു കേട്ടിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യണേ. അതായത് ഇവരെ കുറിച്ച്, ഇവർ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. അവർ ഹസ് വന്നു അതുകൊണ്ട് വോയിസ് നിർത്തി എന്ന് പറയില്ല. ഇതിനു മുമ്പും എൻ്റെ ഒരുപാട് പേര് പല രീതിക്ക് വിചിത്രമായിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിൽ സഹായങ്ങൾ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. മഹർ ഇടാൻ കൊതിയാവുന്നു, എനിക്ക് മഹർ വാങ്ങിത്തരോ ഇത്താന്ന് പറഞ്ഞിട്ട്. ഞാൻ ഭർത്താവൊന്നുമല്ലല്ലോ മഹർ വെച്ച് കൊടുക്കാൻ. ഞാൻ ഒരു കൊല്ലത്തിന്റെ കഴുത്തിൽ ഈ പറഞ്ഞ മഹറൊക്കെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് വിൽക്കാൻ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സഹായ അഭ്യർത്ഥന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല, എനിക്ക് വാഷിംഗ് മെഷീൻ തിരുവണതിന് വേണ്ടി സിലുത്ത വാഷിംഗ് മെഷീൻ വാങ്ങിത്തരുമോ എന്നിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് നമ്മൾ കല്ലില്ല തിരുമ്പ. ആരെങ്കിലും അപ്പുറത്ത് എന്തെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിത്തരുമോ എന്നൊന്നും ചോദിക്കില്ല. വാഷിംഗ് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി നടന്ന് മരിച്ചു പോകില്ല, നമുക്ക് കല്ല് തിരുമ്പിയാൽ പോലെ. കാമുകനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. കാമുകൻ പറ്റിച്ചിട്ട് പോയി. ഓക്കെ, കാമുകൻ പറ്റിച്ചിട്ട് പോയി. അപ്പോൾ വെച്ച ഗോൾഡ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും എന്ന രീതിയിൽ ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാമുകനായിട്ട് സുഖമായിട്ട് ജീവിച്ചു. അവസാനം കാമുകൻ തേച്ചിട്ട് പോയി. അതിന് ഞാൻ എന്തിനാണ് ഉറക്കം ഒഴിച്ച് പൈസ ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ടത്? പക്ഷെ ഇതിനൊന്നും തന്നെ ഞാൻ മറുപടി പോലും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ചോദിച്ചത് ഇവർക്ക് നീറ്റ് എക്സാമിന് നീറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം, അതിന് 3 ലക്ഷം രൂപ വേണം എന്നുള്ളത്. എൻ്റെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, അവൾക്കും മെഡിക്കൽ ഫീൽഡിനോടായിരുന്നു താല്പര്യം. ആ 3 ലക്ഷം അങ്ങനെ എടുക്കാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ ഞാൻ കോച്ചിങ്ങിന് ചേർത്തിട്ടുണ്ടാവില്ലേ? പഠിച്ച് സ്വന്തം കാലിൽ. കുട്ടികൾക്ക് ആരാണ് ഇങ്ങനെ മറ്റുള്ളവരോട് പോയിട്ട് സഹായിക്കാനുള്ളൊരു സഹായം ചോദിക്കാനുള്ള മെന്റാലിറ്റി വളർത്തുന്നത് എന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ പോരെ. നമുക്ക് ജീവിക്കാൻ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇത് അതൊന്നും അല്ല, വേറെ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ വാഷിംഗ് മെഷീൻ ചോദിച്ച ലേഡി ഇതേപോലെ 2 വർഷം മുമ്പ് ഇവർക്ക് അത് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ എന്നെ കുറിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കുന്നത് അംബാനിയോടൊന്നും അല്ല, ഒരു സിംഗിൾ മദറിനോടാണ്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞ പുള്ളിക്കാരി പറയുന്നത് സിലു വീട് വെച്ച് കൊടുക്കുവാണെങ്കിൽ മാസം 10,000 വെച്ച് കൊടുക്കാന്നാണ്, സിലുവിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നാണ്. പൈസയാണ് അവർ ആഗ്രഹിച്ചത്. അവർക്ക് 100% ഉറപ്പുണ്ട് അവിടെ പോയിട്ട് സിലു അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് മേഴ്സിനെ ഒന്നും കണ്ടിട്ട് അവിടെ ഒന്നും ചെയ്യത്തില്ല, പൈസയായിട്ടേ കൊടുക്കത്തുള്ളൂ. സിലു പൈസ കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ 2 മാസം 10,000 വെച്ച് ഇവർ വിടുമായിരിക്കും. പിന്നെ ഇവരെ കാണത്തേ ഇല്ല. 100% ഉറപ്പാണ് ഇവർ പിന്നെ പൈസ കൊടുക്കത്തില്ല. മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നിട്ട് അവരോട് സഹായം ചോദിച്ചിട്ട് സഹായം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴത്തേനും അവരുടെ ഫാമിലി ലൈഫിൽ കയറിയിട്ട് ഓരോ കാര്യം പറയുന്നു. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരും ഭർത്താവായിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാനും അതിനെക്കുറിച്ച് കുറെ വീഡിയോ ചെയ്തു, പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഗഫൂർക്ക് കാണിക്കുന്ന കോമഡിയൊക്കെ കണ്ടിട്ട് കുറെ കോമഡിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു നിന്നിട്ട് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോബോട്ടായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.